തൃശ്ശൂരിൽ ഛത്തീസ്ഗഡിലെ മലയാളികളായിട്ടുള്ള കന്യാസ്ത്രീകളെ അനീതിയോടുകൂടി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്നതിനെതിരായ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നു തൃശ്ശൂർ അതിരൂപത. ഇപ്പോൾ ആൻഡ്രൂസ് താഴത്ത് പിതാവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. സംഭാഷണത്തിലേക്ക് തത്സമയം. ഇതിന് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് ക്രൈസ്തവരാണ്, പ്രത്യേകിച്ച് സിസ്റ്റർമാര്. അവരെന്താ ചെയ്തേ? പാവപ്പെട്ടവര്, ആരും കടന്നു പോകാത്ത ഏറ്റവും വലിയ കുഗ്രാമത്തിൽ പോയി അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു, അവരെ ശുശ്രൂഷിച്ചു, അവർക്ക് ആരോഗ്യം കൊടുത്തു. ഇതാണോ ക്രിസ്ത്യാനികൾ ചെയ്ത തെറ്റ്? ഇവിടെയാണ് നമ്മുടെ വേദന അറിയുന്നത്. മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടനയുള്ള ഒന്നാണ് ഇന്ത്യയുടെ ഭരണഘടന. അവിടെ ആ ഭരണഘടനയിൽ മതസ്വാതന്ത്ര്യവും ന്യൂനപക്ഷ അവകാശങ്ങളും ഉണ്ട്. വിശ്വാസം ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനും അത് പ്രചരിപ്പിക്കാനുള്ള അവകാശം നൽകിയ ഈ ഇന്ത്യയിലാണ് ആന്റി കൺവേർഷൻ ബിൽ എന്ന പേരില് നിർബന്ധിച്ച്, ഞാൻ മോഡിജിയോട് പറഞ്ഞതാണ്, ഒറ്റാളെ പോലും ക്രിസ്തുവിന്റെ ആദർശം അനുസരിച്ചും സഭയുടെ നിയമം അനുസരിച്ചും ഒരാളെയും നിർബന്ധിച്ച് മതം മാറ്റാൻ പാടില്ല. ഒരാളെയും ക്രൈസ്തവ സഭയിൽ അങ്ങനെ നിർബന്ധിച്ച് മതം മാറ്റിയാൽ ക്രൈസ്തവ സഭയിൽ കൊണ്ടുവന്ന ഗൗരവമായ തെറ്റും പാപമാണ്. അങ്ങനെ ഇരിക്കും നിർബന്ധിത മതപരിവർത്തനത്തെ അംഗീകരിക്കാത്ത, ചെയ്യാത്ത ഒരു സമൂഹത്തിന്റെ പേരിൽ ഇതുവരെ പറഞ്ഞ ഈ അടുത്ത കാലത്ത് നേരത്തെ ബിജു വക്കീല് ജബൽപൂരിൽ നമ്മുടെ തന്നെ രൂപതാംഗമാണ്. അദ്ദേഹത്തിന് എന്നോട് വിളിച്ചു പറഞ്ഞ ഒരു ബിഷപ്പാണ് വിളിച്ചു പറഞ്ഞ, നാളെ ഈ മഠം മുഴുവൻ ആക്രമിക്കും ജബൽപൂരില്, അത് കത്തിച്ചു കളയുമെന്ന് പറഞ്ഞ് ഉടനെ ഞാൻ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും വിളിച്ചു പറഞ്ഞു. ഏതായാലും പിറ്റേ ദിവസം ഈ വർഗീയ എക്സ്ട്രീം ഗ്രൂപ്പ് മഠത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഏതായാലും അന്ന് ഒരു 100ഓളം പോലീസുകാർ വന്നതുകൊണ്ട് ആ മഠം കത്തിച്ചില്ല. പക്ഷെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളില് ക്രൈസ്തവർക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്നതുകൊണ്ട് ഇങ്ങനെ വന്നിട്ടുള്ള റാലി, കേരളത്തിൽ ഈ പ്രതിഷേധം ഇങ്ങനെയുള്ള ഭരണഘടനയ്ക്കെതിരായ പ്രവർത്തനത്തിന്, മതസ്വാതന്ത്ര്യത്തിനെതിരായ പ്രവർത്തനത്തിന്, ഒപ്പം തന്നെ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന വിവേചനത്തിനെതിരായുള്ള പ്രവർത്തനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലോക മനസ്സാക്ഷിയുടെ മുമ്പിൽ ഈ രണ്ട് സിസ്റ്റേഴ്സ് പ്രതീകങ്ങളാണ്. ഒരു തെറ്റും ചെയ്യാതെ ആഗ്രയിലുള്ള ആശുപത്രിയിലേക്ക് 3 കുട്ടികളെ ജോലിക്കായി ലഭിക്കാൻ ഇന്ന ആൾക്കാർ പറഞ്ഞ് മാതാപിതാക്കൾ പറഞ്ഞു വിട്ടപ്പോൾ, ഒരു ദുർഗ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്നപ്പോൾ അവിടുത്തെ PTI ആരോ വിളിച്ചു പറഞ്ഞു വന്ന് ഈ ജനക്കൂട്ട ആക്രമണം നടത്തി, വിസ്താരം നടത്തി, അവർക്കെതിരായി തെറ്റായ കുറ്റങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് ആരോപണം നടത്തി വെയിൽ പോലും കിട്ടാത്ത രീതിയിൽ അവര് ജയിലിൽ അടച്ച ഒരു രാജ്യം തീർച്ചയായിട്ടും നാണിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഇനിയും തുടരും. ബന്ധപ്പെട്ട അധികാരികൾ തീർച്ചയായിട്ടും എന്നോട് തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ വേഗം അവസാനിപ്പിക്കുന്ന നേരത്തെ അവർ ചെയ്തിട്ടുമുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. അതുകൊണ്ട് എത്രയും വേഗം നാളെ തന്നെയാണ് ഞാൻ പറയുക, സിസ്റ്റേഴ്സിനെ റിലീസ് ചെയ്യണം. മതസ്വാതന്ത്ര്യത്തോടെ ഇന്ത്യയിൽ ജീവിക്കാനും വേഷം ധരിക്കാനും നടക്കാനും ഇന്ത്യൻ ഭരണഘടന ഉറപ്പാക്കാനും ക്രൈസ്തവരോട് വിവേചനം അവസാനിപ്പിക്കാനും ഇന്ത്യക്ക് ബന്ധപ്പെട്ട അധികാരികളോട് ഇവിടുത്തെ ഈ ജനസമൂഹം തന്നെ ആവശ്യപ്പെടുകയാണ്. അപ്പൊ എല്ലാവരോടും പറയുന്നത്, ഒന്ന്, ഇന്ത്യൻ ഭരണഘടന വ്യതിയാക്കാതെ